ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരാഴ്ച, അതായത് നാളെ ചൊവ്വാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ 7 ദിവസം ഹനുമാൻ ചാലിസ 3 തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഇതിനു മുൻപും ഹനുമാൻ ചാലിസ ഒരാഴ്ച, 3 ദിവസത്തെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, 11 ദിവസത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് നമ്മുടെ ഫാമിലിയിൽ ഫലവും കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഈ പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം വെറും 3 പ്രാവശ്യം മാത്രം നമുക്ക് ഹനുമാൻ ചാലിസ ജപിച്ചാൽ മതി. ഒരു പ്രാവശ്യം ജപിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജപിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 2 മിനിറ്റിൻ്റെ ആവശ്യമൊക്കെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 7-8 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഹനുമാൻ ചാലിസ ചൊല്ലി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം, നാളെ ചൊവ്വാഴ്ചയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെളുത്ത പക്ഷത്തിൽ, അതായത് കർത്തവാവിനും പൗർണമിക്കും ഇടയിൽ വരുന്ന ചൊവ്വ ശനി ദിവസങ്ങളിൽ ആഗ്രഹപൂർത്തീകരണത്തിനായി ഹനുമാൻ ചാലിസ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ചൊവ്വാഴ്ചയാണ്, നാളെ ഇത് ചെയ്തു തുടങ്ങാം. ഇനി പീരിയഡ്സ്, പുലയാണ്, വാലായ്മയാണ്, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചൊല്ലാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ഈ വരുന്ന ശനിയാഴ്ച മുതൽ ചൊല്ലി തുടങ്ങാം. പിന്നെ അടുത്ത ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൗർണമി തുടങ്ങും. പൗർണമി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷമായതുകൊണ്ട് തന്നെ അടുത്ത ഡിസംബർ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് നമുക്കിത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. സോ കഴിയുന്നതും എല്ലാവരും നാളെ ഇത് ചെയ്യണം. ഇനി നാളെ എപ്പോഴാണ് ചെയ്യുന്നത്? നാളെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 6:30 വരെ, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളിത് ചൊല്ലി തുടങ്ങണം. ഇനി രാവിലെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ 9 മണിക്ക് ഇടയിലുള്ള സമയത്ത്, എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചൊല്ലി തുടങ്ങണം. ഇതിന് വേണ്ടുന്ന കുറച്ച് നിയമങ്ങളെന്ന് പറഞ്ഞാൽ അത്ര വലിയ നിയമങ്ങളൊന്നുമല്ല. എല്ലാ വ്രതങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ തലയ്ക്ക് കുളിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലരുത്. നിങ്ങൾ എവിടെയാണോ ഈ ഒരു മന്ത്രം ചൊല്ലാനിരിക്കുന്നത് ആ ഒരു ഭാഗം നല്ല വൃത്തിയും ശുദ്ധവുമായിട്ടിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ചൊല്ലുന്നത്? നിങ്ങൾ എവിടെയാണ് പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം. നിങ്ങൾ കുളിച്ച് ശുദ്ധമായി വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് വെറ്റിലമാല ഒരു 7, 11, 21 വെറ്റില കൊണ്ടുള്ള മാല ചാർത്താം. ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പു മാല ചാർത്താം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ആലിലയിൽ രാം എന്നെഴുതിയിട്ട് ആ മാല ചാർത്താം. അതുമല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ എരിക്ക് ഉണ്ടെങ്കിൽ ആ അതിൻ്റെ ഇല കൊണ്ട് മാല ചാർത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാലയൊന്നും ചാർത്തിയില്ലെങ്കിലും നിങ്ങൾ ഫോട്ടോ വെക്കുക. ഇനി എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല, വിഗ്രഹമില്ല എന്നുള്ളവർ ഒരു നെയ് വിളക്ക് കൊളുത്തിയാൽ മതിയാവും. നെയ് വിളക്കിൻ്റെ ദിശ എന്ന് പറയുന്നത് കിഴക്കോട്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു റെഡ് കളറിലെ റോസപ്പൂവ് എടുക്കണം. റോസപ്പൂവ് ഇല്ലാത്തവർക്ക് ചുമന്ന കളറിലെ ഏതൊരു പുഷ്പവും എടുക്കാം. പക്ഷേ വേറെ കളറൊന്നും യൂസ് ചെയ്യരുത്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും റെഡ് കളറിലെ റോസപ്പൂവിനാണ്. അങ്ങനെ നമ്മൾ ദീപം കൊളുത്തി ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചുമന്ന കളറിലൊരു റോസാപ്പൂവ് കയ്യിലെടുത്ത് നിങ്ങൾക്ക് എന്താണ് സാധിച്ചു കിട്ടേണ്ടത് ഭഗവാനോട് അത് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് വായു വേഗത്തിൽ എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം. ഞാൻ 7 ദിവസം, ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് ഹനുമാൻ ചാലിസ ജപിച്ചേക്കാം എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ദിവസം മാത്രമായിട്ടും ജപിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ. 7 ദിവസം ജപിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടും. എന്നിട്ട് ആ ഒരു റോസപ്പൂവ് ആ ഒരു വിളക്കിൻ്റെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അടുത്തോ വെച്ചിട്ട് രാമ എന്നുള്ളത് 11 പ്രാവശ്യം ജപിക്കണം. രാമ എന്നുള്ളത് 11 പ്രാവശ്യം ജപിച്ചതിന് ശേഷം 3 പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ ചാലിസ നമ്മൾ ചൊല്ലിയതിന് ശേഷം ഒരു ചുമന്ന കളറിൽ നൂലെടുക്കണം, ചുമപ്പ് നൂല്. ഇനി ചുമന്ന നൂല് ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ള നൂലെടുത്തിട്ട് കുങ്കുമം ചാലിച്ച് അതിൽ മുക്കി ഉണക്കിയെടുത്താൽ ചുമന്ന കളർ നൂലാകും. നമ്മൾ എന്താഗ്രഹമാണോ ആദ്യം പൂവ് കയ്യിൽ വെച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചത്, അതേ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ആ നൂലിൽ നമ്മളൊരു കെട്ടിടണം. ഒറ്റ കെട്ട് മതിയാകും. കെട്ടിട്ടിട്ട് അത് ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ധൂപദീപ ആരതിയൊക്കെ എടുക്കുന്നു. ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കണം.
ഭഗവാന് വെണ്ണ സമർപ്പിക്കാം, അല്ലെങ്കിൽ ശർക്കര സമർപ്പിക്കാം, പഴം സമർപ്പിക്കാം. നിങ്ങളെക്കൊണ്ട് എന്ത് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുമോ അത് സമർപ്പിക്കുന്നു. നിവേദ്യവും സമർപ്പിച്ച ശേഷം നമ്മളൊരു അപ്പീൽ ചെയ്യുന്നു. അപ്പീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഭഗവാൻ രാമനോട് നമ്മൾ അപേക്ഷിക്കുന്നു, ഭഗവാനെ ശ്രീരാമസ്വാമി എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ഹനുമാനോട് അപേക്ഷിക്കണമേ, എൻ്റെ ഈ പ്രാർത്ഥനയെ എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്നുള്ളത്. നമ്മളൊരു ഇടനില വെക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയേ ഉള്ളൂ. അതിനുശേഷം ഹനുമാൻ സ്വാമിയോട് നമ്മൾ പറയണം, രാമചന്ദ്രനോട് ഞങ്ങൾ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ പറയുന്നത് കേട്ട് എൻ്റെ ഈ ആഗ്രഹത്തെ എനിക്ക് സാധിച്ചു തരണമെന്ന് ഹനുമാൻ സ്വാമിയോടും പറയുന്നു. നമ്മൾ സാധാരണ മനുഷ്യരോടൊക്കെ സംസാരിക്കത്തില്ലേ എന്ന് പറയുന്ന അതേ ഒരു രീതി ഫോളോ ചെയ്താൽ മതിയാവും. അതിനുശേഷം കർപ്പൂര ആരതി എടുക്കുന്നവരാണെങ്കിൽ കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് നമ്മളൊരു കെട്ടിയ ഒരു നൂല് വെച്ചിട്ടുണ്ടല്ലോ ചുമന്ന കളറിൽ, അത് അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയം തന്നെ നിങ്ങൾ കയ്യിലെടുത്ത് നിങ്ങളുടെ മണി പേഴ്സിനുള്ളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് നാളെ മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നാളെ മുതൽ തിങ്കളാഴ്ച വരെ അടുപ്പിച്ച് 7 ദിവസം. അപ്പോൾ അടുപ്പിച്ച് 7 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൂല് കെട്ടിയത് ആദ്യത്തെ ദിവസം മാത്രം മതിയാവും. അത് നമ്മുടെ പേഴ്സിൽ ഇരിപ്പുണ്ട്, പിന്നെ നൂല് കെട്ടുകയേ വേണ്ട. റോസപ്പൂവ് എല്ലാ ദിവസവും സമർപ്പിക്കണം. ഇപ്പം ഒരു റോസപ്പൂ വെച്ച് സമർപ്പിച്ചാൽ മതിയാവും. അങ്ങനെയല്ല, ഓരോ ദിവസവും എണ്ണം കൂട്ടി ആദ്യത്തെ ദിവസം 1, രണ്ടാമത്തെ ദിവസം 2, അങ്ങനെ 7ാമത്തെ ദിവസം 7 റോസപ്പൂവ് അങ്ങനെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സമർപ്പിക്കണം. അപ്പോൾ റോസപ്പൂവ് എന്നല്ല, നിങ്ങളുടെ കയ്യിലുള്ള ചുമന്ന കളറിലെ പുഷ്പം എന്തായാലും ഓരോ ദിവസം എണ്ണം കൂട്ടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് 3 പ്രാവശ്യം മാത്രം. അപ്പോൾ ആദ്യം പൂവ് കയ്യിലെടുക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ടത് എന്താണ്? ദീപം കത്തിക്കുന്നു, റോസാപ്പൂവ് കയ്യിലെടുക്കുന്നു, ആഗ്രഹം പറയുന്നു, അത് സമർപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ഹനുമാൻ സ്വാമിയോട് ഹനുമാൻ ചാലിസ 3 പ്രാവശ്യം ജപിക്കുന്നു. നൂല് കെട്ടേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. നിവേദ്യം സമർപ്പിക്കുന്നു, കർപ്പൂര ആരതി എടുക്കുന്നു, ആഗ്രഹം പറയുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ്. ഒരേ സമയം എല്ലാ ദിവസവും രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അത് മാറ്റി മറിക്കരുത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പീരിയഡ്സ് ആകുമെന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നാളെ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു, അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ഹനുമാൻ സ്വാമി അത് സാധിച്ചു തരും. പിന്നെ ഇതിനിടയ്ക്ക് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയാൽ അത് ചെയ്യണം. ഹനുമാൻ സ്വാമിക്ക് അവിടെയുള്ള എന്തെങ്കിലും സമർപ്പിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഹനുമാൻ സ്വാമി സാധിച്ചു തന്നാൽ ഭഗവാന് നിങ്ങളുടെ കൈ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു നിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കണം. അത് നമ്മൾ ഒരു താങ്ക്ഫുൾ, അതായത് ഭഗവാനോടൊരു നന്ദി പറയുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ സാധിച്ച് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഞാൻ പറയുമ്പോൾ ഒരു വലിയ പ്രോസസ്സ് പോലെ തോന്നിയാലും വളരെ എളുപ്പമാണ്. ഭഗവാന്റെ ഫോട്ടോ വെക്കുന്നു, അല്ലെങ്കിൽ ദീപം തെളിയിക്കുന്നു, ഭഗവാന് റോസപ്പൂവ് സമർപ്പിക്കുന്നു, ആഗ്രഹം പറയുന്നു, ഹനുമാൻ ചാലിസ 3 പ്രാവശ്യം ജപിക്കുന്നു, അതിനുശേഷം നിവേദ്യം വെക്കുന്നു, ശേഷം നമ്മൾ നൂല് കെട്ടി ആഗ്രഹം പറയുന്നു, പിന്നെ നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് കർപ്പൂരാരത്തിയൊക്കെ കഴിഞ്ഞെഴുന്നേക്കും. വളരെ സിമ്പിൾ, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളത് മനഃശുദ്ധിയോടുകൂടി നമ്മുടെ ആ ഒരു മൊത്തം സ്നേഹം ഭഗവാന് കൊടുത്തുകൊണ്ട് ചെയ്താൽ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് 100% ആയിരിക്കും. സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.